എൻ്റെ ആഗ്രഹം ആക്ച്വലി 12 o'clock മുമ്പ് അവനെ കാണണമെന്നാണ്. ഞാനിപ്പം എത്താനായി, എനിക്ക് കുറച്ചും കൂടെ ദൂരമുണ്ട്. അപ്പം നമുക്ക് അവനെ എന്താ പറയുക, എനിക്ക് വിഷ് ചെയ്യാനായിട്ട് ഇങ്ങനെ ലൈക്ക് ഭയങ്കര 12 മണിക്ക് മുമ്പ് എനിക്ക് അവനെ വിഷ് ചെയ്യണമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത്ര ലേറ്റായിട്ട് ഇറങ്ങിയത്. അപ്പം ഇനി അവൻ്റെ അടുത്ത് എത്തിയിട്ട് കാണാം. അപ്പം ഞാൻ വന്ന ബസ് ഇറങ്ങിയപ്പോൾ തന്നെ അസ്ലമിനെ കണ്ടിട്ടുണ്ട്. അയ്യോ ടൈമായില്ലല്ലോ. അമ്മാലി ഞാൻ 12 മണിക്ക് മുമ്പാ ഞാൻ പറയായിരുന്നു. ഞാൻ 12 മണിക്ക് മുമ്പ്. എത്ര മണിയായി ഇപ്പൊ? 58. കൈസ് ഞാൻ 11:58 ആയപ്പോ ഇവിടെ എത്തിയിട്ടുണ്ട്. 58 ഒറിജിനൽ ടൈം. ഇത് തെറ്റാ. ഞാനപ്പോ നേരത്തെ എത്തിയിട്ടുണ്ട് ഗൈസ്. നേരത്തെ ബൈഡാ കമ്മി പോയില്ലടാ. നിന്റെ കാര്യം പറഞ്ഞു ഈ വണ്ടി എന്തിനാ ഇത്ര നേരത്തെ വന്നാ? ടൈമിംഗ് അല്ല നിങ്ങൾക്ക്. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ഡിയർ. അതൊന്നും എനിക്ക് പറഞ്ഞിട്ട് ഉണ്ടായി. ഗൈസ് നമ്മൾ പ്ലാൻ എക്സ്റ്റെൻഡ് ചെയ്തു. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. എന്റെ ചെലവില് അസ്ലമിന് ഞാൻ പൊറോട്ടയും ബീഫും വാങ്ങിക്കൊടുക്കും. എന്താ പറയാ, ഞാൻ വിചാരിച്ചു 12 മണിയാകുമ്പോൾ ഞാൻ ഇറങ്ങണം, അസ്ലമിനെ കാണണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എല്ലാം 3G ആയിപ്പോയി ഗായ്സ്. ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കുന്നിടത്ത് എത്തിയിട്ട് ഗായ്സ്. അപ്പം 12 o'clock ആയി. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. എൻ്റെ ഫോണിലായി. എൻ്റെ ഫോൺ തെറ്റാ. ഇന്റർനാഷണൽ ടൈമാണ്. അല്ല, എന്റെ ഫോണിൽ 12 മണിയായി. എനിക്ക് എന്റെ ഫോണിലെ സമയമാ. എന്റെ ഫോണിൽ ടൈം കാണിച്ചു. എന്റെ ഫോണിൽ 12 നീ കാണിക്കത്തില്ല, എന്താ അറിയാമോ? ആക്ച്വലി ഇതിന്റെ ഫോൺ അല്ല, എന്റെ ഫോണിൽ 12 മണി 12:59 12 മണി ആയപ്പോ തന്നെ ഞാൻ വീഡിയോ എടുത്തത്. അല്ല, എനിക്ക് ടൈമിംഗ് ഉണ്ട്. ഗൈസ് ഹായ്, ഹാപ്പി ബർത്ത്ഡേ ടു യു. അസ്ലമിന്റെ ഫോണിൽ സമയമായതുകൊണ്ട് അല്ല ആക്ച്വലി 10 ഓഗസ്റ്റ് എന്റെ ഫോണിലായപ്പോഴാണ് ഞാൻ ഇവരെ വിഷ് ചെയ്തത്. മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ഡിയർ. കട എൻ്റെ വ്ളോഗിൽ കൂടുതൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ചെറിയ നാണക്കേടൊക്കെ വരുന്നുണ്ട്. നമുക്ക് കൈയൊക്കെ കഴുകാം. ഇത് ഞങ്ങളുടെ ഫേവറേറ്റ് എന്താ പറയുക ഫുഡ് സ്പോട്ടാണ്, നൈറ്റ് ഫുഡ് സ്പോട്ടാണ്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. സോറി, ഈ കൈ കൊണ്ട് അടയ്ക്കാം. ഒരു ചിക്കൻ, ഒരു ബീഫ്. ഒരു ചിക്കൻ, ഒരു ബീഫ്. നല്ല ഗ്രേവിയായിരുന്നു. ഫൈസൽ ഭായിയുടെ ഗ്രേവി. ചിക്കൻ കറിയാണോ നീ പറഞ്ഞത്? ചിക്കൻ ഫ്രൈ അല്ലേ? ഒരു ചിക്കൻ ഫ്രൈ, ഒരു ബീഫ്, അരിപ്പത്തിരി. എന്തോടാ? ഹലോ, അതെന്ത് ഗ്രേവിയാടാ അസ്ലമേ? സ്പെഷ്യൽ ഗ്രേവി ഗൈസ്. അരിപ്പത്തിരി വന്നിട്ടുണ്ട്. അതെന്താ നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച അരിപ്പത്തിരി. ഇവിടുത്തെ ഫുഡ് പിന്നെ ഞാൻ കാണിക്കേണ്ട കാര്യമില്ല, എൻ്റെ വ്ളോഗൊക്കെ കാണുന്നവർക്കറിയാം. ഇപ്പോൾ ബീഫാണ് മോനെ, ബീഫിന് വെയിറ്റിംഗ് ആണ്. അസ്ലമിൻ്റെ എന്തോ സ്പെഷ്യൽ ഗ്രേവി വരുന്നുണ്ട്. ഇതെന്തോ കുറുമ അല്ലേ? ഇത് കുറുമ അല്ലേ? നിനക്ക് സ്പെഷ്യലായിട്ട് എന്താ? എനിക്കെന്താ ഇത്തിരി? മതി കുറുമ കറി.
ബീഫ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം, കാടമുട്ട ബുൾസൈ. ഇതാണ് അപ്പോൾ ഇവിടെ വന്നാൽ നിങ്ങൾ മസ്റ്റായിട്ടും കഴിക്കേണ്ടത്, മസ്റ്റ് ട്രൈ ഐറ്റമാണ്. കണ്ടോ, അങ്ങനെ ചുരുട്ടിയെടുത്ത് ചൂടാണേ, ഇങ്ങനെ കഴിക്കണം. ഇങ്ങനെയുണ്ടോ സ്ലിമേ? സൂപ്പർ. അപ്പോൾ നമ്മൾ വീണ്ടും ബീഫൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്ലിമേ, ഗസ്ത പ്രൈസ് എത്ര രൂപ ആവും? അത്രേ ഉള്ള? എത്ര ആൾക്കുള്ള? 600. അസ്ലമിനെ ഞാനിവിടെ പണയം വെക്കും കേട്ടോ. അസ്ലമേ, നിന്റെ വക ചിലവ് ആയിക്കോട്ടെ, ബർത്ത്ഡേയുടെ. എന്ത് പറയുന്നു മോനെ? ആണോ? ആയിക്കോട്ടെ. നമ്മൾ പോവുകയാണ് ഗൈസ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതാ. ഇതാണ് കട, കണ്ടല്ലോ. അപ്പം 416 ആയുള്ളായിരുന്നു. അപ്പം ഞാൻ തന്നെയാണ് പേ ചെയ്തത് അസ്ലമിന് വേണ്ടിയിട്ട്. അല്ലേ അസ്ലമേ? അല്ല, ഞാൻ തന്നെ. പോടാ, എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ബസ് കൂലിയുടെ ബാക്കി ചില്ലറ പൈസ ഞാൻ കൊടുത്ത്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കിപ്പം ഉള്ളി പൈസ സോഴ്സ് തരാൻ നീ മാത്രമേ ഉള്ളൂ. എൻ്റെ പേജൊക്കെ ഒന്ന് ഞാനൊന്ന് ക്ലിക്ക് ആവട്ടെ. ഞാനൊരു എന്താ പറയുക, അറിയപ്പെടുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവട്ടെ. പിന്നെ അസ്ലമൊക്കെ ആരാ? മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ വൈഫ് അല്ലേ? പിന്നെ വേറൊരു കാര്യം, ഞാനൊരു പുതിയ പേജ് തുടങ്ങിയിട്ടുണ്ട്. എന്താ അസ്ലമേ നമ്മുടെ പേജിൻ്റെ പേര്? ഇർഫാസ് ടച്ച്. അസ്ലം പറഞ്ഞു തന്ന പേരാണ്. അപ്പം അസ്ലമിൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ആ പേരിട്ടിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഒരു വെറൈറ്റി നെയിമാണ്. അപ്പോൾ എൻ്റെ പേജ് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തേക്കണം. ഇൻസ്റ്റഗ്രാമിൽ ഇർഫാസ് ടച്ച്, ഇർഫാസ് അപ്പോസ്ട്രഫി ടച്ച്, ഇർഫാസ് അപ്പോസ്ട്രഫി ടച്ച്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തേക്കണം. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയുണ്ട്. ഇനി പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മൾ വീട്ടിൽ പോവുക. അപ്പം ഇനി നാളെ ഇതിൻ്റെ കൂടെ കണ്ടിന്യൂ ചെയ്യണം. ഇത് വേറെ ആയിട്ടേക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇത്രയും മതി. നാളെ ബർത്ത്ഡേയുടെ വേറെ വീഡിയോ ഞങ്ങൾ ഇടുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ചില അസ്ലമ നാളത്തെ ഫുൾ പരിപാടി അസ്ലമിൻ്റെ വകയാണ് ഗായ്സ്. നാളെ നമ്മൾ പൊളിക്കും. നമ്മുടെ പരിപാടിയൊക്കെ കളറായിരിക്കും, അസ്ലമിൻ്റെ വകയായിരിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അസ്ലം അയ്യോ എൻ്റെ ഒന്നുമില്ല വെറുപ്പോ. അപ്പോൾ ഗായ്സ് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ നാളിന് ശേഷമാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ഒക്കെ ഇടുന്നത്. അസ്ലമിന് അതിന് മാത്രം ഉണ്ടല്ലോ റീച്ച്. 20K ഒക്കെ ഉണ്ട് അസ്ലമിൻ്റെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ്. എനിക്ക് 1000 2000 1000 സംതിങ് കിടന്ന് എഴഞ്ഞോണ്ടിരിക്കുക. എന്നോട് ആർക്കും ഒരു സ്നേഹമില്ല. അപ്പോൾ എന്താ പറയുക. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അസ്ലമിനെ വിഷ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.